വെൽക്കം ബാക്ക് എല്ലാവർക്കും. രാവിലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് 2 പേർക്ക് എന്താ പറയുക എപ്പിക് കാർഡുകൾ കിട്ടിയാവും. അവരുടെ കയ്യിൽ നിന്ന് ഞാൻ 2 പേരുടെയും കയ്യിൽ നിന്ന് ഷെയർ ചെയ്തൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പ് കാണിച്ചു തരാൻ പോകുന്നത്. മച്ചന്മാരെ ഇന്ന് ഞാൻ ട്രിക്ക് ചെയ്ത്, അതായത് നമ്മുടെ പുതിയ ട്രിക്ക് കൊണ്ട് 2 സബ്സ്ക്രൈബേഴ്സിന് ഓൾറെഡി കിട്ടിയ ഒരു അക്കൗണ്ടിൽ നിന്നാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ മച്ചന്മാരെ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്തൊക്കെ. ഒരാൾക്ക് ബെയിലിനെയും മറ്റൊരാൾക്ക് റോബോട്ടിനെയും കിട്ടിയത്. അപ്പോൾ ഞാനത് ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. മച്ചന്മാരെ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ട്രിക്കാണ്. കാരണം വേറെ ഒന്നുമല്ല, അവർ ഓൾറെഡി കമന്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ താഴെ. ഓക്കെ മച്ചന്മാരെ, അപ്പോൾ പറയുകയാണെങ്കിൽ രാവിലെയാണ് അവർക്ക് കിട്ടിയത്. എന്തായാലും ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് എല്ലാവർക്കും കുറെ കാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആരെ കിട്ടി ജസ്റ്റ് കമന്റ് ചെയ്യുക. അതുകൊണ്ട് ഷെവാൻകോനെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുക. അപ്പം മച്ചന്മാരെ, അപ്പോൾ നമ്മുടെ എന്താ പറയുക 2020 ആദ്യത്തെ വീഡിയോ ആണ് ജനുവരി 1. അപ്പോൾ ഉറപ്പായിട്ട് മച്ചന്മാരെ നിങ്ങൾ ഉറപ്പായിട്ട് ഞാൻ ഈ ഒരു വീഡിയോക്ക് 1K ലൈക്ക് പ്രവേശിക്കുന്നുണ്ട്. മച്ചന്മാരെ നിങ്ങൾ ലൈക്ക് അടിച്ച് പവർ ആക്കുക. അതുപോലെ നമ്മൾ റോഡ് ടു 7K ആണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ മച്ചന്മാരെ, അപ്പോൾ നമ്മുടെ 2 അക്കൗണ്ടിലാണ് ചെക്കന്മാർ എടുത്തത്. അപ്പോൾ എന്തായാലും ഈ ഒരു ട്രിക്ക് ഉറപ്പായിട്ടും വർക്കിംഗ് ആണ്. കാരണം ഓൾറെഡി വേറെ ഒന്നുമില്ല, നമ്മുടെ ഇന്നൊരു ബ്രോയ്ക്ക് രാവിലെ ബെയിലിനെയും പിന്നെ അവൻ ഓൾറെഡി നമ്മുടെ ഡേവിഡ് വില്ലെ ഫ്രീ ട്രെയിൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മച്ചന്മാരെ പറഞ്ഞു. ഓക്കെ മച്ചന്മാരെ, അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ എടുക്കുന്ന വീഡിയോ അതാ സെറ്റാക്കി വരുന്നുണ്ട്. കാരണം ഓൾറെഡി വേറെ ഒന്നുമല്ല, ഞാൻ ഇപ്പോൾ എടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഉള്ള റിയൽ അക്കൗണ്ടിലാണ്. ഞാൻ ഇനി 2 അക്കൗണ്ടും കൂടെ ബാക്കിയുണ്ട്. അത് ഞാൻ വൈകുന്നേരം ഇനി നാളെ മറ്റന്നാൾ എടുത്ത് സെറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ അപ്പോൾ മച്ചന്മാരെ, നമ്മൾ നൈറ്റ് ആയിരിക്കും 8 മണിയാകുമ്പോഴായിരിക്കും ലൈവ് ഉണ്ടാവുക. രാവിലെ എന്താ വെച്ചാൽ വീഡിയോ കയറി പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഗൈസ് രാവിലെ 10 മണിയാകുമ്പോൾ ലൈവ് വെക്കാത്തട്ടോ മച്ചന്മാരെ. പക്ഷേ ശനി ഞായറും പറ്റുകയാണ് ഉറപ്പായിട്ടും വെക്കൂട്ടോ ബ്രോ ഗൈസ്, ഞാൻ ഉറപ്പായിട്ടും പറയാട്ടോ മച്ചന്മാരെ. അപ്പോൾ ഞാനിതാ നമ്മുടെ ന്യൂ ഇയർ ഗിഫ്റ്റിന് വെച്ച ഷോർട്ട് ടൈം ഗൈസ്, എന്തായാലും കൊനാമി ഇപ്രാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നീട്ടി തന്നു, നല്ലതാണ് ഗൈസ്. അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ ന്യൂനെസിനെയാണ് സെലക്ഷൻ കോൺട്രാക്ട് ഉപയോഗിച്ച്. അപ്പോൾ നിങ്ങൾ ആരൊക്കെ എടുത്ത് ജസ്റ്റ് കമന്റ് ചെയ്യുക. കാരണം ഇന്നലെ നമ്മൾ ലൈവിൽ ഓൾറെഡി ഏകദേശം പറയുകയാണെങ്കിൽ നമ്മുടെ ന്യൂനെസിനാണ് കുറേ പേര് എടുത്തത്. കാരണം ബുള്ളറ്റ് ഹെഡറാണ്, നല്ലോണം എന്താ പറയുക റണ്ണപ്പ് കുറച്ച് കുറവാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത്യാവശ്യം നല്ലൊരു കാർഡാണെന്ന് ഓൾറെഡി എല്ലാവരും പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ന്യൂനെസ് തന്നെ എടുത്തത്. അപ്പോൾ മച്ചാമാരെ, ഞാൻ ക്രാഫ്റ്റിംഗ് ഒക്കെ എനിക്ക് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ആരും എടുത്ത് ജസ്റ്റ് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കാർഡാണ് കിട്ടിയത് ജസ്റ്റ് കമന്റ് ചെയ്യട്ടെ. ഫ്രീ ട്രയൽ ആയാലും ഓക്കെ. കുറേ പേർക്ക്, അതായത് നമ്മുടെ കുറേ യൂസേഴ്സിന് എല്ലാവർക്കും സബ്സ്ക്രൈബേഴ്സിന് ബെയിലിനെയാണ് കിട്ടിയത്. അപ്പം കുറച്ച് പേർക്ക് ഷെവൻകോ, കുറച്ച് പേർക്ക് വേറെ പ്ലേസിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ അപ്പോൾ ഞാൻ ട്രെയിൻ ചെയ്യാൻ പോകണം. അതുപോലെ തന്നെ മച്ചന്മാരെ, ഇനിയും നമ്മുടെ പാക്കും കാര്യങ്ങളും മൺഡേ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് തൊണ്ടേൻ്റെ ഇതുണ്ട്, തൊണ്ടവേദനയൊക്കെ ആയതുകൊണ്ട് അതാണ് നമ്മൾ ലൈവിൽ ചെറുതായിട്ട് സൗണ്ടിന്റെ വേരിയേഷൻ വന്നിട്ട്. ഓക്കെ മച്ചന്മാരെ, അപ്പം ഇന്ന് 8 മണിക്കായാലും നമ്മൾ നൈറ്റ് ലൈവ് ഉണ്ടാവും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ചാനലിൽ സബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ട്രിക്കിലേക്ക് കിടക്കാൻ പോവാണ്. അതിന് മുമ്പായി ഞാനിതാ നമ്മുടെ ഡാർവിൻ ന്യൂനസിന്റെ ഗൈസ് കുറച്ച് പേര് ചോദിച്ചാൽ എന്താണ് 103, 104 ആവാത്തത്. അതപ്പോൾ ഞാൻ ഉറപ്പായിട്ട് അതിൻ്റെ വീഡിയോ സെറ്റ് ആക്കും കേട്ടോ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഗൈസ് എൻ്റെ 100 ആയിട്ടുള്ളൂ. പക്ഷേ കുറച്ച് ഇതിൽ കണ്ടായിരുന്നു, ഞാൻ ഓൾറെഡി 103, 104 റേറ്റിംഗ് കണ്ടായിരുന്നു. അപ്പം എന്തായാലും അത് മച്ചന്മാരെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇറക്കുന്നതാണ് കേട്ടോ. ഓക്കെ അപ്പോൾ 100 നമ്മുടെ CF കാണിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം മച്ചന്മാരെ. ഞാൻ ബൂസ്റ്റർ ക്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കാര്യം നമുക്ക് എന്തായാലും കൊനാമി നല്ല ന്യൂ ഇയർ ഗിഫ്റ്റ് എന്തായാലും കലക്കി. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചയോളം എന്താ പറയുക നമ്മുടെ ഡേവിഡ് വില്ലന്റെ സെലക്ഷൻ കോൺട്രാക്ട് ഇതേപോലെ വരുന്നതാണ്. കാരണം ട്രൈ ഒക്കെ തീർന്നിട്ടില്ല, കുറച്ച് പേർക്ക് ഇനിയും ബാക്കിയുണ്ടെന്നാണ് കേട്ടെ. ഓക്കെ അപ്പോൾ മച്ചന്മാരെ, ഞാൻ ബൂസ്റ്റർ ക്രാഫ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഏകദേശം 100 എനർജി കാണിക്കുന്നുള്ളൂ. അത് നമുക്ക് നോക്കി നോക്കാം. എനിക്കൊന്നും സാബി അലോൺസോ മാനേജർക്ക്, ഞാനിപ്പോൾ ഡെഷാംസാണ്, സാബി അലോൺസോ മാനേജർ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം കൂടാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഉറപ്പായിട്ടും. ഓക്കെ മച്ചന്മാരെ, അപ്പോൾ ഞാനതാ നമ്മുടെ ട്രൈയിലേക്ക് അടക്കാൻ പോവാണ്. ഇനി നമുക്ക് ബെയിലിൻ്റെ ഒരു ഫ്രീ കാർഡ് ഉണ്ട്. ഓക്കെ അപ്പോൾ ന്യൂ ഇയർ 7 ദിവസം കൊണ്ടുണ്ട് ഗൈസ് ഈ ഒരു എപ്പിക് പാക്ക്. അതുപോലെ തന്നെ നമ്മുടെ യൂറോപ്യൻ ക്ലബ് ഗാർഡിയൻസ് പുയോളുടെ ഒക്കെ 4 ദിവസം ഉണ്ട്. അപ്പം ഗൈസ്, അപ്പോൾ നമ്മളിതാ നമ്മുടെ കുറെ പേർക്ക് ഏകദേശം കുറച്ച് പേര് പറഞ്ഞു നമ്മുടെ ഷെവൻകോനെയും ബാഗ്യോനെയും ആന്റിക്കോളിനെയൊക്കെ കുറെ പേർക്ക് കിട്ടിയെന്ന് കേട്ടെ. അപ്പോൾ എന്തായാലും ഗൈസ് നിങ്ങൾക്ക് ആരെ കിട്ടിയ ജസ്റ്റ് കമന്റ് ചെയ്യുക. കുറെ നമ്മുടെ ഏകദേശം സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ബെയിലിനും കിട്ടി, ഷെവൻകോനെയും കിട്ടി. പിന്നെ എന്താ വെച്ചാൽ ഓൾറെഡി ബ്ലാക്ക് ആനിമേഷൻ അടിച്ച നമ്മുടെ കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. കാരണം ഇന്നലെ 900 കൊടുത്ത് 3 പേർക്ക് ഷെവൻകോനെയും ബെയിലിനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ബാഗ്യോനെയും കുറെ പേർക്ക് അങ്ങനെ കിട്ടിയ, ബാഗ്യോയും കോളും പിന്നെ ഫ്ലോറും അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഏതാ കിട്ടിയത് ജസ്റ്റ് കമന്റ് ചെയ്യാൻ മച്ചന്മാരെ. ഉറപ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ് ചെയ്യാണ്ട് കണ്ട് ഉറപ്പായിട്ട് മച്ചന്മാരെ സബ് ചെയ്യാം കേട്ടോ. റോഡ് ടു 7K ആണ്. അപ്പോൾ നമുക്ക് പൊളിക്കാം മച്ചന്മാരെ. അപ്പോൾ ഫസ്റ്റ് ഞാനിതാ നമ്മുടെ ബെയിലാണ് എനിക്ക് നമ്മുടെ അക്കൗണ്ടിൽ കിട്ടണം എന്നുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ എന്താ പറയുക ബെയിലിനെ തന്നെ എടുക്കുന്നു. ജസ്റ്റ് നമ്മുടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ മെല്ലെ നോക്കുക കേട്ടോ. എനിക്ക് ബെയിലിനെയാണ് കിട്ടേണ്ടത് മച്ചന്മാരെ. അപ്പം വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ട്രിക്ക് ചെയ്ത് നോക്കുക. കാരണം എന്താ അറിയോ, വേറൊന്നുമില്ല മച്ചന്മാരെ, അതിപ്പം ഞാൻ എൻ്റെ ഈ ട്രിക്ക് തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ചെയ്തിട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. അതേസമയം ചിലപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ കിട്ടില്ല, ചിലപ്പോൾ എനിക്ക് കിട്ടും. അങ്ങനെ ഒരു ചാൻസ് വരും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക. കാരണം വേറെ ഒന്നുമില്ല, ഇതേ ട്രിക്കോട് ഞാൻ എൻ്റെ സെക്കൻഡ് അക്കൗണ്ടും തേർഡ് അക്കൗണ്ടും ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പം ചിലത് ചിലപ്പോൾ പ്രൊബിലിറ്റി ഒരു അക്കൗണ്ടിൻ്റെ പ്രശ്നമായിരിക്കും, പക്ഷെ കിട്ടുന്നതായിരിക്കും ഗൈസ് ഉറപ്പായിട്ടും. എനിക്ക് കഴിഞ്ഞ ദിവസം ഡെന്നിസ് ലോവിനൊക്കെ നമുക്ക് അങ്ങനെയാണ് ഫസ്റ്റ് ട്രൈയിൽ കിട്ടിയത്. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ മച്ചന്മാരെ, അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ആരും 900 കോയിനൊന്നും ആദ്യം തന്നെ പൊട്ടിക്കേണ്ട. വേറെ ഒന്നുമില്ല, 100, 200 ആ ഒരു കോയിൻ റേഞ്ച് ഇട്ടാൽ മതി മച്ചന്മാരെ. നമ്മളിപ്പോൾ വീണ്ടും ബെയിലിൽ എടുക്കുന്നു, വേറൊരു പ്ലെയറിനെ എടുക്കുന്നില്ല കേട്ടോ ഗൈസ്. നമുക്ക് ഷെവൻകോ ആയാലും പിന്നെ നമ്മുടെ കോൾ ആയാലും ബാഗ്യു ആയാലും ഫ്ലോർ ആയാലും അല്ലെ നമ്മുടെ
റോബോട്ടോ ആയാലും പാർലർ ആയാലും കുഴപ്പമില്ല. 250 പ്ലേയേഴ്സ് ഏകദേശം ഉണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് ഹൈലൈറ്റ് തൊട്ടടുത്തല്ലൊക്കെ കിട്ടി. ഓക്കെ മച്ചമാരെ, അപ്പം ഞാൻ ബെയിലിന്റെ കാർഡ് ഒരു 7-8 പ്രാവശ്യം ഇങ്ങനെ റൊട്ടേറ്റ് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ടാപ്പ് ചെയ്യുന്നു വിടുന്നു, ടാപ്പ് ചെയ്യുന്നു പോകുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്യാട്ടോ 7 പ്രാവശ്യം. അതിനുശേഷം റൊട്ടേറ്റ് ചെയ്യുന്നു. കാരണം വേറെ ഒന്നുമില്ല, ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബെയിൽ കാർഡുമായിട്ട് ചെയ്യുമ്പം ഒരു പ്രോബിലിറ്റി കൂടിയിട്ട് ആ ഒരു ഗിഫ്റ്റ് കിട്ടാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ടാട്ടോ ഇങ്ങനെ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കാണുന്നത് വേറെ ഒന്നുമല്ല മച്ചാമാരെ. കാരണം എന്താ അറിയോ, എവിടെയെങ്കിലും ട്രിക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് കുറയുകയാണ് നിങ്ങളുടെ. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടേണ്ട ചാൻസ് ചിലപ്പോൾ കുറഞ്ഞു. അപ്പോൾ എല്ലാവരും പ്ലേയേഴ്സൊക്കെ റിലീസ് ആണെന്ന് നോക്കിയിട്ടൊക്കെ സെറ്റ് ചെയ്യാട്ടോ മച്ചമാരെ. അപ്പം ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് 2, 3, 4 വട്ടം ഗൈസ്. അതിനുശേഷം ഞാനിതാ ജസ്റ്റ് ഒന്ന് റെക്കോർഡിംഗ് ആണ്, ക്യാൻസൽ അടിക്കുന്നില്ല, ക്യാൻസൽ ജസ്റ്റ് ഒന്ന് നോക്കിയോ, ഇങ്ങനെ പോകുന്നു, എന്നിട്ട് ഫ്രീ ട്രൈ നിൽക്കുന്നു. അങ്ങനെ ഒരു പരിപാടിയാണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു ട്രിക്കാണ് മച്ചാമാരെ. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ നോക്കാം. നമുക്ക് നോക്കിയൊക്കെ നമ്മുടെ അക്കൗണ്ടിൽ കിട്ടുമെന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഓക്കെ മച്ചാമാരെ, അപ്പം നമുക്ക് നോക്കാം. ഹിയർ വി ഗോ. കൊണാമിറ്റ്സ് നോട്ട് മച്ചാ, എനിക്ക് കിട്ടിയിട്ടില്ല മച്ചാമാരെ. എനിക്ക് ബേസാണ് കിട്ടിയപ്പം കുഴപ്പമില്ല, എന്തായാലും സീനില്ല. നമുക്ക് എന്തായാലും നമ്മുടെ വരും ദിവസങ്ങളിൽ ഉറപ്പായിട്ടും കറക്റ്റ് നമ്മുടെ അക്കൗണ്ടിൽ സെറ്റ് ആക്കണം. കോയിൻ ഉണ്ടല്ലോ. പിന്നെ ലീഗ പോർച്ചുഗലിലുള്ള മൗറേനാണ് കിട്ടിയത്. അപ്പോൾ ഗൈസ് ഉറപ്പായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യാൻ, നിങ്ങൾക്ക് ആരെയും കിട്ടിയത് ജസ്റ്റ് ബേസ് ആണല്ലേ, തൊട്ടടുത്ത പ്ലേയേഴ്സ് ആരെയും പോയിട്ടുണ്ട്, ഉറപ്പായിട്ടും കമന്റ് ചെയ്യാം. അപ്പോൾ മച്ചമാരെ നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. അതുപോലെ തന്നെ നൈറ്റ് ആയിരിക്കും നമ്മൾ 8 മണിക്ക് ലൈവ് ഉണ്ടാവും. പിന്നെ ശനിയും ഞായറും ചിലപ്പോൾ ഞാൻ 10 മണിക്ക് രാവിലെ ലൈവ് വെച്ചാലുണ്ട്. പിന്നെ വരുന്ന നാളെ ഗൈസ് വ്യാഴാഴ്ച നമ്മുടെ മെയിൻ്റെനൻസ് ചാൻസ് കുറവാണ് പറഞ്ഞിരുന്നു. അപ്പം എന്നാലും നമ്മൾ ലൈവ് വെക്കും രാവിലെ, കാരണം നാളെ എല്ലാവർക്കും ലീവാണല്ലോ. ഓക്കെ അപ്പോൾ മച്ചമാരെ നമുക്ക് നാളെ കാണുന്നതായിരിക്കും, ഇന്ന് രാത്രി നൈറ്റ് കാണുന്നതായിരിക്കും. ഓക്കെ ബൈ ഗൈസ്, പവർ ആക്കാം മച്ചമാരെ, ലൈക്ക് അടിച്ചു. ഓക്കെ.